കഴിഞ്ഞ കുറേ ദിവസമായി ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി മേഖലയിൽ ആളുകളെ മുഴുവൻ ആശങ്കയിലാക്കുന്നത് ഒരു കടുവയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ കടുവയെ കണ്ടെത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കൂട് സ്ഥാപിച്ചിടത്ത് നിന്ന് 300 മീറ്റർ അകലെയാണ് കടുവയെ കണ്ടത്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് വനം വകുപ്പ് അറിയിച്ചു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, സ്കൂളിന് അവധി കൊടുത്ത അടക്കം ആ മേഖലയിൽ വലിയ ജാഗ്രതയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുള്ളതാണ്? അതും ഈ ജനവാസ മേഖലയിൽ തന്നെയാണോ? കൂട്ടിലേക്ക് കടുവ വരുമെന്നാണോ വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും കൂട്ടിലേക്ക് കടുവ എത്തുന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. എന്നാൽ കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് തന്നെയാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഇതിനെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് വ്യക്തമല്ല. എന്തായാലും ഈ കൂട്ടിലേക്ക് അടുത്ത് എത്തുമെന്നാണ് കരുതുന്നത്. ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിൽ ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കൂട് സ്ഥാപിച്ചതിനുള്ള അടുത്തതായിട്ടുള്ള പ്രദേശത്താണ്. ഏകദേശം 2 ആഴ്ചയിലധികമായി ഗ്രാമ്പിയിലെ, പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാർ മേഖലയിലെ ഗ്രാമ്പി മേഖലയിലൊക്കെ വലിയ തോതിലുള്ള കടുവയുടെ സാന്നിധ്യമുണ്ടായത്. പല ഭാഗങ്ങളിൽ കടുവ ഇറങ്ങുകയും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിൽ തുടർച്ചയായി ദിവസങ്ങളിൽ കടുവ എത്തിയത്. പ്രത്യേകിച്ച് സ്കൂളിന്റെ പരിസരത്ത് വരെ സമീപത്തെ ഒരു തേയിലത്തോട്ടത്തിൽ വരെ കടുവയെത്തി. ഒരു ദിവസം വരെ 2 തവണ ആളുകൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ കണ്ടു. ഇതോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കടുവയെ പിടിക്കാൻ നിർദ്ദേശം നൽകുകയും കൂടുരുക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ 2 ദിവസത്തേക്ക് കടുവയെ കണ്ടില്ല. അത് തുടർന്നാണ് കഴിഞ്ഞ ദിവസം കടുവയെ കാണുന്നത്. പ്രത്യേകിച്ചും 300 മീറ്റർ ഈ കൂട് സ്ഥാപിച്ച് ഇരയെ ഒരുക്കി കാത്തിരിക്കുന്ന പ്രദേശത്ത് നിന്നും 300 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ കടുവയുള്ളത്. എന്നാൽ കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനാൽ തുടർന്നുള്ള നടപടികൾ വൈകും. കാരണം മയക്കുവെടി അടക്കം വെക്കുക എന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. മയക്കുവെടിയിലേക്ക് നീങ്ങിയാൽ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ലാത്തതിനാൽ പ്രത്യേകിച്ചും കടുവ കൂട്ടിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവ കൂടിലേക്ക് എത്തി ഇരയെ തേടി കുടുവിലേക്ക് എത്തുകയാണെങ്കിൽ പിടികൂടുകയും ആവശ്യമായ ചികിത്സകൾ നൽകിയ ശേഷം ചികിത്സ ഭേദമാവുക, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടും, അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനം വകുപ്പ്. കടുവയുടെ ആരോഗ്യനില മോശമാണ്. അതുകൊണ്ട് മയക്കുവെടിയിലേക്ക് ഒന്നും പോകാൻ തൽക്കാലം ആലോചിക്കുന്നില്ല. കടുവ സ്വയം വന്ന് കൂട്ടിൽ കുടുങ്ങുമെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടിന് തൊട്ടടുത്തുണ്ട് കടുവ എന്നത് ആശ്വാസകരമാണ്. വനം വകുപ്പിന്റെ നിരീക്ഷണ പരിധിയിൽ തന്നെ കടുവ നിൽക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. സ്കൂളിലൊക്കെ അവധി കൊടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഗ്രാമ്പി മേഖലയിലെ ആളുകൾക്ക് ഒരാശ്വാസം എന്ന് പറയുന്നത് ഈ കടുവയെ കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ആ കൂട്ടിലേക്ക് കടുവ വന്ന് സ്വമേധയാ വരും എന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്.